എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പറയുന്നത് എമർജൻസി ഫണ്ടിനെ കുറിച്ച്. എന്താണ് ഒരു എമർജൻസി ഫണ്ട്? പലർക്കും ഇൻവെസ്റ്റ് ചെയ്യണം, സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യണം, അതുപോലെ മ്യൂച്വൽ ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യണം, ഞങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് പോർട്ട്ഫോളിയോ അടിപൊളിയാക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരിക്കും. പക്ഷേ നമ്മൾ മറന്നു പോകുന്നൊരു കാര്യമുണ്ട്, നമുക്ക് എത്രത്തോളം എമർജൻസി ഫണ്ട് ഉണ്ടെന്നുള്ളത്. നമ്മുടെ ഒരു ഇൻകത്തിൽ നിന്ന് നമ്മൾ എക്സ്പെൻസ് എല്ലാം കഴിച്ച് ബാക്കിയുള്ള നമ്മുടെ ആ എമൗണ്ട് നമ്മൾ കൂടുതലും ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നാളെ എന്തെങ്കിലും ഒരു എമർജൻസി വന്നു, നമുക്ക് പെട്ടെന്ന് കുറച്ച് എമൗണ്ട് റേസ് ചെയ്യണം. നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ്സ് വിഡ്രോ ചെയ്യേണ്ടി വരും. ചിലപ്പോൾ അതൊരു നല്ല ടൈം ആയിരിക്കില്ലേ നമ്മൾ ആ ഇൻവെസ്റ്റ്മെൻറ്റ് വിഡ്രോ ചെയ്യാനായിട്ട്. നമുക്ക് ഒത്തിരി ലോസുകൾ വരാം അല്ലേ? അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചേർത്ത് വയ്ക്കുന്ന ഒരു എമൗണ്ടാണ് എമർജൻസി ഫണ്ട്. അതായത് നമ്മുടെ ലൈഫിൽ വളരെയധികം എമർജൻസി ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ വന്നു, മേ ബി ഒരു വലിയ ഒരു ഹോസ്പിറ്റലൈസേഷൻ വന്നു, അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒരു 6 മാസത്തേക്ക് നമ്മുടെ ഇൻകം ഇല്ലാത്തൊരു സമയത്ത്, അങ്ങനെയൊക്കെയുള്ളൊരു സമയത്ത് നമുക്ക് യൂസ് ചെയ്യാനായിട്ട്, അങ്ങനെ എമർജൻസി സിറ്റുവേഷൻസ് വരുമ്പോൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ഒരു മന്ത്ലി ഇൻകത്തിൻ്റെ 3 തൊട്ടിട്ട് 6 മടങ്ങ് വരെ, അതാണ് നമ്മളൊരു ഐഡിയൽ എമർജൻസി ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത്രത്തോളം നമ്മൾ നമ്മുടെ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് അതിൽ മാറ്റി വയ്ക്കുക. ഇത് നമ്മളൊരു ചെക്കിങ് അക്കൗണ്ട് പോലെ യൂസ് ചെയ്യാൻ പാടില്ല. അതായത് ഓക്കെ, നാളെ എനിക്ക് ഗ്രോസറി വാങ്ങാൻ പോകുമ്പോൾ എന്തെങ്കിലും അല്ലെങ്കിൽ ഒരു ഷോപ്പിങ്ങിന് പോകുമ്പോൾ അപ്പോൾ ഈ എമർജൻസി ഫണ്ട് വിഡ്രോ ചെയ്യാം, അങ്ങനെ ആയിരിക്കരുത് ഒരിക്കലും. എന്തൊരു ഇൻവെസ്റ്റ്മെൻറ്റിനും നല്ലൊരു ഡിസിപ്ലിൻ വേണം, അതുപോലെ തന്നെ പേഷ്യൻസ് വേണം. സോ ഒരു സൈഡിൽ നിങ്ങൾ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യുമ്പോൾ അടുത്ത സൈഡിൽ നിങ്ങൾ നിങ്ങളുടെ എമർജൻസി ഫണ്ടും ഉയർത്തിക്കൊണ്ട് വരിക. സോ നാളെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് യൂസ് ചെയ്യേണ്ട ആവശ്യം വരാതിരിക്കട്ടെ. ഓക്കെ, താങ്ക് യു.